വെച്ച് അതിന്റെ വിടുതൽ കാണാനിടയായി തീർന്നു. ವಿರುದ್ಧವಾಗಿ ಇಸ್ರಾಯೇಲ್ ವಿರುದ್ಧವಾಗಿ ಕಳೆದ 20 ವರ್ಷಗಳ ಕಾಲ ಅನುಭವಿಸಿದ ಪ್ರಯಾಸವನ್ನು ಅವರು ಪ್ರಾರ್ಥನೆಯ ಮುಖಾಂತರ ಹೋರಾಡಿ ಜಯವನ್ನು ಹೊಂದಿಕೊಂಡಿದ್ದಾರೆ. ഇന്ന് പകൽ സഭ ചോദിക്കുന്നു, ഇവിടുത്തെ ഹോലമാവിലെ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ ബദൽ സഭ ചോദിക്കുന്നു, പാസ്റ്ററെ കഴിഞ്ഞ 7 ദിവസം പ്രാർത്ഥിച്ചിട്ട് എന്ത് ഗുണമുണ്ടായി എന്ന് ചോദിച്ചാൽ അവരോട് ഇന്ന് പകൽ പറയാൻ പോകുകയാ, കഴിഞ്ഞ 7 ദിവസം നിങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥനയുടെ വിടുതൽ സംഭവിച്ചിരിക്കുകയാണ്. ನೀವು ಕಳೆದ 7 ದಿನಗಳ ಉಪವಾಸ ಪ್ರಾರ್ಥನೆ ಮಾಡಿದಿರಿ, ಏನು ಸಿಕ್ಕಿದೆ? ಆದರೆ ಈ ದಿನಗಳಲ್ಲಿ ಉಪವಾಸ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ ವಿಷಯಗಳಲ್ಲಿ ದೇವರು ಒಂದು ಅದ್ಭುತ ಮಾಡಿದ್ದಾರೆ ಎಂದು ನಾವು ಹೇಳುವರಾಗಿರಬೇಕು. ലോകത്തിലെ ഏറ്റവും വലിയ സഭ എന്ന് പറഞ്ഞത് മൊബൈൽ ചർച്ച ആയിരുന്നു. ಆ ಲೋಕದ ಒಂದು ದೊಡ್ಡ ಸಭೆ ಏನಂದ್ರೆ ಮೊಬೈಲ್ ಸಭೆ ಎಂಬುದಾಗಿ. ಅದು ಇಸ್ರಾಯೇಲ್ ಚರ್ಚ್ ಆയിരുന്നു. ಅದು ಇಸ್ರಾಯೇಲ್ ದೇಶದಲ್ಲಿರುವಂತಹ ಒಂದು ಸಭೆಯಾಗಿತ್ತು. ಅವರಿಗೆ ಇದುವರೆയുള്ള ಬಿಲ್ಡಿಂಗ್ ಇല്ലായിരുന്നു. ಅವರಿಗೆ ಈ ರೀತಿಯಾಗಿರುವಂತಹ ಒಂದು ಕಟ್ಟಡವಿರಲಿಲ್ಲ. അവർ കനാനിലേക്കുള്ള യാത്രയിൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ മാറി മാറി കൂടാരം അടിച്ച് ദൈവത്തെ ആരാധിക്കുകയാണ്. ಮರುಭೂಮಿಯಲ್ಲಿ ಪ್ರಯಾಣ ಮಾಡಿ ಗುಡಾರವನ್ನು ಕಟ್ಟಿ ದೇವರಿಗೆ ಆರಾಧನೆಯನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಇದ್ದರು. അന്നൊക്കെ ഒരു സഭയിലെ പാസ്റ്ററുടെ കാലയളവ് എന്ന് പറഞ്ഞാൽ 40 വർഷമാണ് പറഞ്ഞത്. ಆ ಕಾಲದಲ್ಲಿ ಪಾಸ್ಟರ್ ಅವರ ಸೇವೆಯ ಕಾಲ ಅಂದ್ರೆ 40 ವರ್ಷಗಳು. ദൈവം വിളിച്ചവന് പരിമിതി വെക്കരുത്. ಆ ದೇವರು ಕರೆಯುವುದನ್ನು ಪರಿಮಿತಿ ಇಡಬಾರದು. ദൈവം വിളിച്ചവന് മനുഷ്യൻ പരിമിതി വെക്കരുത്. ದೇವರು ಕರೆದಿರುವಂತಹ ವ್ಯಕ್ತಿಗಳಿಗೆ ಪರಿಮಿತಿಯನ್ನು ನಾವು ಇಡಬಾರದು. ഇസ്രായേൽ സഭ ദൈവത്തിന്റേതാ. ഇസ്രായേൽ സഭೆ ದೇವರ ಸಭೆಯಾಗಿದೆ. കുട്ടിയെ അറുത്ത് രക്തമെടുത്ത് പുരട്ടിയിട്ട് അതിനെ മാംസമെടുത്ത് ചുട്ട് കുടുംബമായി ഭക്ഷിച്ച് വാഗ്ദത്തം കേട്ട് ഇറങ്ങിയ ജനമാ, അവരെ നടത്താൻ വേണ്ടി വെച്ച നേതാക്കന്മാർ, ലീഡേഴ്സ്, അത് മനുഷ്യരാൽ വെക്കപ്പെട്ടതല്ല, അത് ദൈവത്താൽ ആക്കപ്പെട്ടതാ. ദൈവത്താൽ ആക്കപ്പെട്ട അഭിഷക്തന്മാരെ കാലഘട്ടങ്ങളിൽ ദൈവം ജനത്തിന്റെ നടുവിൽ ഉപയോഗിക്കും. അതിന് മനുഷ്യൻ പരിധിയും വെക്കരുത്. ಆ ರಕ್ತವನ್ನು ಕೊಂದು ದೇವರಿಗೆ ಸಮರ್ಪಣೆ ಮಾಡಿದ್ದು ಹಲ್ಲೆಲೂಯಾ ದೇವರ ಸಭೆಯನ್ನು ಕಟ್ಟುವುದಕ್ಕಾಗಿ. ಆದ್ದರಿಂದ ದೇವರು ನೇಮಿಸಿದ ಸೇವಕರಿಗೆ ಪರಿಮಿತಿಯನ್ನು ನಾವು ಇಡಬಾರದು. ഒരു കാലഘട്ടം വരെ മോശയെ ഉപയോഗിച്ചു. ಒಂದು ಕಾಲದಲ್ಲಿ ದೇವರು ಮೋಶೆಯನ್ನು ಉಪಯೋಗಿಸಿದರು. മോശയെ കർത്താവ് വിളിച്ചു, വേർതിരിച്ചു. ಮೋಶೆಯನ್ನು ಕರೆದು ದೇವರು ಅಲ್ಲಿ ಒಂದು ಕಡೆ ಇಟ್ಟರು. അടുത്ത ലീഡർ മുന്നോട്ട് വന്നു. ಮತ್ತೊಂದು ನಾಯಕನನ್ನು ದೇವರು ಆರಿಸಿದನು. അതാണ് യോശുവ. ಆತನ ಹೆಸರಾಗಿದೆ ಯೆಹೋಶುವನು. ഈ അഭിഷക്തന്മാരെല്ലാം ಈ ಅಭಿಷೇಕರೆಲ್ಲರೂ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതുപോലെ ಕಳೆದ ದಿನ ನಾವು ಕಲಿತಿದ ಹಾಗೆ എലീശ ക്ഷീണിച്ചു. ಎಲೀಷನು ಕ್ಷೀಣತೆಯನ್ನು ಅನುಭವಿಸಿದನು. എലീശയുടെ ശരീരം രോഗാവസ്ഥയിലാണ്. ಎಲೀಷನ ಶರೀರವು ರೋಗದಿಂದ ತುಂಬಿಕೊಂಡಿತು. ഇസ്രായേൽ രാജാവ് യോവാബിനെ വിളിച്ചിട്ട് ಇಸ್ರಾಯೇಲ್ ರಾಜನಾಗಿರುವಂತಹ ಯೋವಾಬನನ್ನು കರೆದು വില്ലും അമ്പും കൈ കൊടുത്തിട്ട് എലീശ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ജനനെ തുറന്നു ഈ ശത്രുവിന്റെ നേരെ എഴുതോളാൻ പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് യഹോവയുടെ ജയാസ്ത്രം, എലീശയുടെ ശുശ്രൂഷയുടെ ഇംപാർട്ടേഷൻ യോവാബിന്റെ മേൽ കൊടുത്തിട്ട് അടുത്ത ഒരു തലമുറയെ ശത്രുവിനെതിരെ യുദ്ധത്തിന് വേണ്ടി ഒരുക്കി നിർത്തുന്നവരാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട അഭിഷേകന്മാർ. അതുകൊണ്ട് അഭിഷേകം പ്രാപിച്ച് മുന്നോട്ട് വരുന്ന ഈ പുതിയ തലമുറ കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കാൻ തയ്യാറായിക്കോ. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിങ്ങളെ കൊണ്ട് പൂർത്തീകരിക്കാൻ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ದೇವರು ಯಾರನ್ನು ಕರೆದು ದೇವರ ಅಂಬಿಗೆಯನ್ನು ಉಪಯೋಗಿಸಿ ಬಿಲ್ಲನ್ನು ಉಪಯೋಗಿಸಿ ದೊಡ್ಡ ಕಾರ್ಯವನ್ನು ಮಾಡಿದ್ದಾರೆ. ಅದರ ಹಾಗೆ ಈ ಕಾಲದಲ್ಲಿ ದೇವರು ನಮ್ಮನ್ನು ಹಲ್ಲೆಲೂಯಾ ತನ್ನ ಸೇವೆಗಾಗಿ ತನ್ನ ರಾಜ್ಯಕ್ಕಾಗಿ ನಮ್ಮನ್ನು ಉಪಯೋಗಿಸುತ್ತಾ ಇದ್ದಾನೆ. ಆಮೆನ್. മോശയ്ക്ക് ശേഷം ഒരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു അടുത്ത